പാനൂർ സ്ഫോടന കേസിൽ 3 പ്രതികളെ സംരക്ഷിച്ച് പോലീസ് 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചത്. അരുൺ, ഷിബിൻലാൽ, അതുൽ കെ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. കെ.ജെ. ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, പാനൂർ ബോംബ് സ്ഫോടന കേസിൽ തുടക്കം മുതലേ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് തുടർന്നത്. എന്തായാലും ഇപ്പോൾ 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും അത്തരത്തിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതിയായിരുന്നു പാനൂർ മുളിയാത്തോട് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുകയും ആ കേസിലെ 3 പ്രതികൾക്കാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്ന് ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു ആ കേസിൽ 15-ലധികം പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. അതിലെ 3 പ്രതികൾക്കാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3-ാം പ്രതി അരുൺ, അതോടൊപ്പം തന്നെ 4-ാം പ്രതി ഷിബിൻ, അതോടൊപ്പം 5-ാം പ്രതി അതുൽ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ച് തലശ്ശേരി കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായിരിക്കുന്നത്. കാരണം 90 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികളെ കുറിച്ചുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ എന്തായാലും പോലീസിന് കഴിഞ്ഞില്ല. ഈ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ നിന്നും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇത്തരം 90 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികൾക്കെതിരായുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതായുള്ള വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായതിന്റെ ഫലമായാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. എന്തായാലും ഇതിലെ പല നേതാക്കളും ഈ പ്രതികളായ പലരും ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളാണ്. എന്തായാലും തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചതുപോലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും സ്വീകരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലെ 1-ാമത്തെ പ്രതി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്, അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു അവസരമാണ് എന്തായാലും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ശരി, കെ.ജെ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.